നമസ്കാരം. CJP പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പെട്ടെന്ന് വെറും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കൂട്ടായ്മ, ഒരു സംഘടന എന്നതിനെ ഔദ്യോഗികമായി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ഒരു സംഘടനയുടെ ചട്ടക്കൂടോ അല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസോ ഒന്നുമില്ലാതെയാണ് ഈ ഒരു കൂട്ടായ്മ നീങ്ങിയത്. വെറും 2 മാസം മാത്രം പ്രായമുള്ള ഈ ഒരു സംഘടന BJPയെ ഇന്നേ വരെ ഇളക്കാൻ പറ്റാത്ത BJPയെ ഒരുപക്ഷെ 2014 ശേഷം 2026 വരെ എത്തുമ്പോൾ കർഷക സമരം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും, അതും പ്രതിപക്ഷത്തിനല്ല, കർഷക സമരം ഈ പറഞ്ഞ പഞ്ചാബിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിൽ നിന്നും പല ഭാഗത്തു നിന്ന് കർഷകർ, കേരളത്തിൽ നിന്ന് അടക്കമുള്ള കർഷകർ ഒരുമിച്ച് കൂടുന്നു. അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ പോകുന്നു. രാജ്യതലസ്ഥാനം സ്തംഭിപ്പിക്കുന്നു. ഇത്തരത്തിൽ മോദിയെ ആദ്യമായി ഒന്ന് വിറപ്പിച്ച് യൂട്ടേൺ എടുപ്പിക്കാൻ പറ്റിയത് കർഷകർക്കായിരുന്നു എന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് കർഷകർക്ക് ഈ പറഞ്ഞ പോലെ അവരെ കിസാൻ മോർച്ച പോലത്തെ പല സംഘടനകൾ ആദ്യം മുതലേ ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള പല നേതാക്കന്മാരും അന്ന് ഒരുമിച്ച് കൂടുന്നു. രാകേഷ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി കർഷക സമരം മുമ്പോട്ട് പോകുന്നു. 2019 മോദി ഏറ്റവും അവസാനം ഒരു നിവൃത്തിയുമില്ലാണ്ട് വരുമ്പോൾ സാധനം പിന്നോട്ട് വലിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ വെറും 2 മാസം പ്രായമുള്ള CJP വരുമ്പം അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി വെല്ലുവിളിയാവുക എന്നുള്ള വലിയ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും എല്ലാ സംസ്ഥാനത്തും താഴെത്തട്ടിൽ തന്നെ യാതൊരുവിധ സംഘടനാ ശക്തിയും ഇല്ലാണ്ട്, ചലിക്കാൻ യാതൊരുവിധ ഗ്രൂപ്പ് ലെവലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ അടിത്തട്ടിലോട്ട് മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൃത്യമായി എത്തിക്കാൻ വിധ സഹായ സംവിധാനങ്ങൾ ഇല്ലാണ്ട് പോകുന്ന ഒരു കൂട്ടായ്മ. പക്ഷെ അതെല്ലാം കൃത്യമായി ഇന്ത്യയിൽ ഒട്ടുവിഭാഗ ജനങ്ങളിലേക്കും ഈ സാധനം എത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും രാജ്യതലസ്ഥാനത്തോട്ട് യുവാക്കൾ ഒരുമിച്ച് കൂടുന്നു. BJP അത് വല്ലാണ്ട് കുഴക്കുന്നു. ഏറ്റവും അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ ഒരു നിവൃത്തിയില്ലാതെ രാജിവെക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം, അദ്ദേഹം ഒഡീസയിലോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നമുക്കറിയാം, 1997 ഒഡീസ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പേപ്പർ ചോദ വിവാദവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്ന നേതാവ് കൂടിയാണ്. അന്ന് 27 വയസ്സ് മാത്രം പ്രായമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. ABVP സമുന്നതരായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം വീണ്ടും തിരിച്ചു പോകുന്നു. അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ വീണ്ടും CJP രാഷ്ട്രീയത്തിലോട്ട് വരുമോ എന്നുള്ള ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. CJPയുടെ ഔദ്യോഗികമായി അഭിജിത് ദീപ്കെ ഈ സാധനം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ ആലോചിച്ചിട്ടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റു പല നേതാക്കന്മാരും പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും പുതുതായി വരുന്ന മറ്റൊരു കാര്യം, പഞ്ചാബിലും ഈ സമരത്തിനു വേണ്ടി CJP തയ്യാറെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആം ആദ്മിയായിരിക്കും. കാരണം പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി സർക്കാരാണ്. ഡൽഹിയിൽ തോറ്റതിനു ശേഷം ഇപ്പോൾ അവർക്ക് ആകെയുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബാണ്. പഞ്ചാബിലും ഈ പറഞ്ഞ പോലെ ചോദ്യപേപ്പർ ചോർച്ച വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നേടിയിരുന്നു. അപ്പം എന്തായാലും പഞ്ചാബിലോട്ട് സാധനം തിരിയുമ്പോൾ മോദിക്ക് മാത്രമല്ല കേജ്രിവാളിനും ഇത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുന്നു. അപ്പം ഇത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യചിഹ്നം വരുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന അതേ പാർട്ടിയാണ് കർണാടകയിൽ ഇരിക്കുന്നത്. അതേ കർണാടകയിലും പലതരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും PSC, അവിടുത്തെ KPSC ബന്ധപ്പെട്ട കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പല പോസ്റ്റുകളും വൈകിപ്പിക്കുന്നതും പലതരത്തിലുള്ള ആരോപണങ്ങൾ കർണാടക സർക്കാരിന് സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പദം മാറി ഇപ്പോൾ DK ശിവകുമാറാണ്. എന്നിരുന്നാൽ പോലും ആ സർക്കാരിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ CJP വലിയ തരത്തിലുള്ള തലവേദനയാകാൻ പോകുന്നത് എന്തായാലും അത് BJPക്ക് മാത്രമായിരിക്കില്ല, ആം ആദ്മിക്ക് കൂടിയും അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു, തലവേദനയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയാൽ 2013 അന്നാ ഹസാരെയുടെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് മുതലെടുത്തുണ്ടായി വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് ഇത്തരത്തിൽ ഇതൊരു പാർട്ടിയായി രൂപീകരിക്കപ്പെട്ടാൽ എന്തായാലും മോദിയുടെ മണ്ണ് ഒലിച്ചു പോകും എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും മണ്ണുകൾ ഇല്ലാണ്ടാകും, കോൺഗ്രസിൻ്റെയും അടിവേരുകൾ ഇളക്കപ്പെടും എന്നുള്ള കാര്യം കൃത്യമാണ്. 2014 മാത്രം രൂപീകരിക്കപ്പെട്ട കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്കും വലിയ തരത്തിലുള്ള കോട്ടം സംഭവിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരൊറ്റ MLA വരെ ഇല്ലാണ്ട അവസ്ഥയിലൂടെ ഈ സാധനം പോകും. അപ്പം ഇനി CJP ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു സംഭവം മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇനി അവിടെയാണ് BJPയുടെ ഒരു പ്രസക്തി കിടക്കുന്നത്. BJPയുടെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എത്ര വലിയ പാർട്ടിയാണെങ്കിലും ശരി, അവരെ നടുകെ പിളർത്താൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് BJP. തൃണമൂൽ കോൺഗ്രസിനെ നടുകെ പിളർത്തുന്നു, ശിവസേനയെ നടുകെ പിളർത്തുന്നു, NCPയെ നടുകെ പിളർത്തുന്നു, ജാർഖണ്ഡ് മുക്തി മോർച്ച JMനെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഹേമന്ത് സോറനെ മാത്രം നിർത്തിക്കൊണ്ട് മറ്റു പല നേതാക്കന്മാരെയും BJP അടർത്തിയെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടി ആയാലും, എത്ര വലിയ സമുന്നതനായ നേതാവാണെങ്കിലും, എത്ര വലിയ
തലമുതിർന്ന നേതാവാണെങ്കിലും എത്ര വലിയ പഴക്കമുള്ള പാർട്ടിയാണെങ്കിൽ പോലും ആ പാർട്ടിയെല്ലാം പിളർത്തിക്കൊണ്ട് നേതാക്കന്മാർ ഒരുപക്ഷെ പാർട്ടിയെ പോലും നെടുക്കെ പിളർത്താൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. അതുകൊണ്ട് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ഈ പറഞ്ഞ പോലെ സി ജെ പിയെ കൈക്കലാക്കുക എന്നുള്ള സാധനമായിരിക്കുമോ? അതല്ല സി ജെ പി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഫോം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ തലവേദനയാകാൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കുമോ? അതല്ല കോൺഗ്രസിനായിരിക്കും? കാരണം കോൺഗ്രസിന് ഒരു പരിധിവരെ ഇത് വലിയ തരത്തിലുള്ള പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും അവസാനം സി ജെ പി സമരത്തിൽ തുടക്കം മുതലൊന്നും യാതൊരുവിധ സപ്പോർട്ടോ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർ പോലും സമരരംഗത്തോ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി അനുകൂലിച്ചുകൊണ്ടോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടോ ഒരു നേതാവ് പോലും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏറ്റവും അവസാനം സമരത്തിന് വെറും 4 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി സമരത്തിൽ പങ്കെടുക്കുന്നതും മോദിയുടെ വസതിക്ക് മുമ്പിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി മുമ്പോട്ട് നീങ്ങുന്നതല്ല. അപ്പം ഇത്തരത്തിൽ ഏറ്റവും സമരത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ടാണ് കോൺഗ്രസ് പോലും കടന്നെത്തുന്നത്. അപ്പം ഇത്തരത്തിൽ കോൺഗ്രസിന് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ സി ജെ പി തയ്യാറാവില്ല എന്നുള്ള കാര്യം കൃത്യമാണ്. അത് മാത്രമല്ല ഐസയുടെ പല നേതാക്കന്മാരും ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ് മീറ്റിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് സി ജെ പിയുടെ ഒരു അഭിനന്ദനം ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത സി ജെ പി പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്കും പേരെടുത്തുകൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതിൽ SFIയും DYFIയുടെ ഒക്കെ സംഘടനകളുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഐസയെ പൂർണ്ണമായിട്ടും സി ജെ പി മാറ്റി എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഈ പറഞ്ഞ പോലെ ഐസ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ബി ജെ പിക്ക് ഇതൊരു രാഷ്ട്രീയമായ കളിയാണ് എന്നുകൊണ്ട് നരേഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലോട്ട് അത് എത്തിക്കുന്നതിൽ ഐസ വലിയ പങ്ക് വഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സി ജെ പി ഐസയെ മാറ്റി നിർത്തിയത്. അപ്പോൾ ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ പറഞ്ഞ പോലെ സി ജെ പിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ സി ജെ പി സപ്പോർട്ട് മോദിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തെയും വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടുമിക്ക പാർട്ടികളെയും അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ പ്രായമുള്ള കോൺഗ്രസിൻ്റെ 1885 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസിൻ്റെയോ 1925 രൂപീകരിക്കപ്പെട്ട CPIയുടെയോ പിൽക്കാലത്ത് 80കളിൽ രൂപീകരിക്കപ്പെട്ട CPMൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ പാർട്ടികളെയെല്ലാം നാമാവശേഷമാക്കി പെട്ടെന്ന് വലിയ തരത്തിൽ മുന്നേറ്റമായി CJP വന്നാൽ ഒട്ടും ഭയക്കേണ്ടതില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം മറികടന്നുകൊണ്ട് BJP അല്ലെങ്കിൽ CJP BJP അടക്കം ഇല്ലാണ്ടാക്കി വരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനും BJPക്കും മറ്റ് പല പാർട്ടികൾക്കും വലിയ തരത്തിലുള്ള തിരിച്ചടിയാകും. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം CJP ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമോ എന്നുള്ളതും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി ആയിക്കഴിഞ്ഞാൽ ഇത് ആർക്കായിരിക്കും വലിയ തരത്തിലുള്ള തിരിച്ചടിയാവുക എന്നുള്ളതും.